നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി മത്സരിക്കുമെന്ന ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രചരണം വരാൻ കാരണം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അത്തരത്തിലൊരു സൂചന നൽകിയിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സാഹചര്യം തള്ളിക്കളയാനാകില്ല, അദ്ദേഹം എവിടെ തീരുമാനിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും, രാഹുൽ ഗാന്ധിക്ക് എവിടെ വേണമെങ്കിലും വയനാട്ടിൽ നിന്ന് മത്സരിച്ചല്ലോ, എങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചൂടെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു കെ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു ചർച്ചകൾക്ക് തുടക്കമിട്ടത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയുണ്ടായി. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്ന് ഉറപ്പിക്കുകയുണ്ടായി. അതോടെ ആ സാധ്യത അസ്തമിക്കുകയുണ്ടായി. ഇനി എല്ലാവരുടെയും ചോദ്യം, ആരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്നാണ്. ശക്തമായൊരു മണ്ഡലമാണ്, ശക്തരായ സ്ഥാനാർത്ഥികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തിരുവനന്തപുരം പിടിക്കാൻ ബി.ജെ.പി. ഇറക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ആരായിരിക്കുമെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിന് മുന്നിലുണ്ടായിരുന്നത്. നരേന്ദ്രമോദി അല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഏത് ശക്തനാണ്, ഏത് വമ്പനാണ് തിരുവനന്തപുരത്തേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഇറങ്ങാൻ പോകുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കിയത്. ഇപ്പോൾ വരുന്ന പുതിയ വിവരം, തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എസ് സോമനാഥ്, അതായത് ISRO ചെയർമാൻ എസ് സോമനാഥ് മത്സരിക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ചന്ദ്രയാന്റെയും ആദിത്യ L1-ന്റെയും ഒക്കെ വിജയശില്പിയാണ് എസ് സോമനാഥ്. വ്യക്തിപ്രഭാവം എന്നിവയുടെ ഇതെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് എസ് സോമനാഥിനെ തന്നെ മത്സരിക്കാൻ ബി.ജെ.പി. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ഇറക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. സൂചനകളും അങ്ങനെയാണ്. ഈ മണ്ഡലത്തിൽ ശശി തരൂരിന് പറ്റിയ എതിരാളിയാകുമെന്നാണ് ബി.ജെ.പിയുടെ നിഗമനം. മാത്രമല്ല അദ്ദേഹം തലസ്ഥാനവാസിയും കൂടിയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാന അതിഥികളിൽ ഒരാളായിരുന്നു സോമനാഥ്. സോമനാഥിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന ഉന്നതതല സമിതിയാണെന്നാണ് വിവരം. എസ് സോമനാഥിനും എതിർപ്പില്ല എന്നാണ് നിഗമനം. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കറിനെയും നിർമ്മല സീതാരാമനെയും പരിഗണിക്കുന്നതിനിടയിലാണ് എസ് സോമനാഥിന്റെ പേരുയർന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ സ്ഥാനം ഒന്നാമതാണ്. 2009-ലും 2014-ലും നേരിയ വോട്ടുകൾക്കാണ് ഒ രാജഗോപാൽ ശശി തരൂരിനോട് തോറ്റത്. 2009-ൽ അജയനായി നിൽക്കുന്ന തരൂരിന് എതിരാളി സോമനാഥ് ആണെങ്കിൽ മത്സരം തീ പാറും എന്ന കാര്യത്തിൽ സംശയമില്ല. 2023 ജൂലൈയിൽ സർവീസിൽ നിന്ന് വിരമിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. നിലവിലെ കാലാവധി അടുത്ത വർഷം ജനുവരിയിൽ അവസാനിക്കും. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ബി.ജെ.പിക്ക് അധികാര തുടർച്ച കിട്ടുകയും ചെയ്താൽ കേന്ദ്രമന്ത്രിയാക്കുമെന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ ജനിച്ച് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചാണ് എസ് സോമനാഥ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ശാസ്ത്ര പദവിയിലെത്തിയത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്കൊപ്പം ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെയും ബി.ജെ.പി. പരിഗണിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ അടുത്ത് നിൽക്കുന്ന വോട്ടർമാരെ അല്ലാതെ ആകർഷിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്ത് 20 സീറ്റുകളിൽ പകുതിയിലെങ്കിലും പ്രതിച്ഛായയുള്ളവരെ കണ്ടെത്താനാണ് ബി.ജെ.പിയുടെ നീക്കമെന്നാണ് സൂചന. തൃശൂരിൽ ഓൾറെഡി സുരേഷ് ഗോപി തന്നെയാണ് എന്നത് അടക്കമുള്ള കാര്യത്തിൽ സംശയമില്ല. ചുവരെഴുത്ത് വരെ തുടങ്ങിക്കഴിഞ്ഞു. സുരേഷ് ഗോപി നേടിയെടുത്ത സ്വീകാര്യത കൂടി പരിഗണിച്ചായിരുന്നു പാർട്ടിയുടെ തീരുമാനം. സംസ്ഥാനത്ത് ബി.ജെ.പി. ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ട, അവിടെ നടൻ ഉണ്ണി മുകുന്ദൻ സ്ഥാനാർത്ഥിയാകും എന്ന ഒരു സൂചനകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന താരം, അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിച്ച വ്യക്തി, ബി.ജെ.പിയുമായി കൂടുതൽ അടുത്ത വ്യക്തി, ഇത്തരത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഉണ്ണി മുകുന്ദനെ പരിഗണിക്കാൻ. പത്തനംതിട്ടയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ കുമ്മനം രാജശേഖരൻ, PC ജോർജ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ട് ഈ മണ്ഡലങ്ങളിൽ ഇറങ്ങാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്, LDF സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.